നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ മേലെ ചാണ്ടിയുമ്മൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ചാണ്ടിയുമ്മൻ, വധശിക്ഷ നടപ്പാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ഒരു നിയമം നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഉള്ളത്. നിമിഷങ്ങൾ എണ്ണി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ഒരു ശുഭകരമായ ഒരു വാർത്ത വരണമേ എന്നുള്ളൊരു പ്രാർത്ഥന തന്നെയാണ് കേരളത്തിലുടനീളമുള്ളത്. പക്ഷേ ഒരു പ്രതീക്ഷ നൽകുന്ന കുറച്ചധികം കാര്യങ്ങൾ യമൻ പണ്ഡിതരുമായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ കുടുംബം മാപ്പ് നൽകുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷെ അതിനപ്പുറം ഇന്ന് കോടതിയിൽ കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ കേന്ദ്രം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ കുറച്ചൊരു ആശങ്ക തന്നെയാണ്, കുറേ അധികം ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോഴത്തെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ? അല്ല, കേന്ദ്രത്തിന് ചെയ്യാൻ ഉള്ള പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്, കേരള സർക്കാർ ചെയ്തിട്ടുണ്ട്, ആദരണീയനായ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗവർണർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും തങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആദരണീയനായ അബൂബക്കർ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ നിങ്ങൾക്കറിയാം, നിമിഷപ്രിയയുടെ അമ്മ ഉൾപ്പെടെ യമനിൽ നിൽക്കുകയാണ്. അവരുടെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രതിനിധിയായി വർക്ക് ചെയ്യുന്ന ശ്രീ സാമുവൽ, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം, അഡ്വക്കേറ്റുമാരായ സുഭാഷ് ചന്ദ്രനും ദീപയൊക്കെ അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാവരും തങ്ങളുടെ പരിമിതിക്കുള്ളിൽ കഴിവിനും അപ്പുറം ചെയ്യാവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും അവസാന നിമിഷം വരെയും നമുക്ക് പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷ കേരളത്തിന്റെ പ്രതീക്ഷയാണ്. നമ്മള് എല്ലാവരും ഈ നീതി നടപ്പിലാകണമെങ്കിൽ നിമിഷ സ്വതന്ത്രയായി അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരണം. അതിനുവേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിന് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിനോടൊപ്പം രാജ്യത്തെ ഗവൺമെന്റുകളും അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ മുഖ്യമന്ത്രിയും ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെയും കത്തയച്ചു. അതുകൊണ്ട് ഇത്തരം ചില ആശങ്കകൾ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ദിയാധനവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ദിയാധനം സ്വകാര്യ ഇടപെടലാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ഒരു പരിമിതികളുണ്ട്. ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ധനത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് അവരുമായിട്ട് സംസാരിച്ച് ആ ഫാമിലി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്, എല്ലാവർക്കും ഉള്ളത്. അത് എന്തായാലും ഏതറ്റം വരെ പോയും നമ്മൾ അതിന്റെ പൂർണ്ണമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. സർ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഇതിന്റെ ഒരു ഡേറ്റ് മാറാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? കാരണം അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതുമായി അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇതിന്റെ ശ്രമങ്ങളാണ്. ഒന്ന്, ഡേറ്റ് മാറ്റുക, രണ്ട്, ഫ്രീ ആക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായി ഞാനിതിന്റെ പുറകിലുണ്ട്. അപ്പൊ എന്തായാലും അത് പരമാവധി ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പരിമിതിക്കുള്ളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ട് വരെ കോണ്ടാക്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ ഒരു വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഗവർണർ ഒത്തിരിയേറെ എഫേർട്ട് എടുത്തു. അതുപോലെ തന്നെ ശ്രീ കാന്തപുരം ഉസ്താദ് ഒത്തിരിയേറെ എഫേർട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അറിയപ്പെടാത്ത അറിയുന്ന ഒത്തിരി പേര് ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഒരു മിസ്റ്റർ ജേക്കബ് എന്ന് പറഞ്ഞ ബിസിനസ്മാൻ, അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒത്തിരി പേര് പേര് പറയണ്ട എന്ന് പോലും പറഞ്ഞിട്ടുള്ളവര് അവരുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായും വളരെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പരിമിതിയുണ്ട്. യമൻ എന്ന രാജ്യവുമായി നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വേറൊരു നിയമവ്യവസ്ഥയിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ, ഈ അവസരത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.